എടി ക്ലീറ്റസ് എവിടെ? അവൻ ഈ ബിരിയാണി കൊടുത്തു വെച്ചിട്ട് അവൻ വന്നു നമുക്ക് ഒരുമിച്ച് കഴിക്കാറുന്നു. ക്ലീറ്റോന് തിരക്കല്ലേ, ക്ലീറ്റോ വരും. മണം കേട്ടിട്ട് എനിക്കും കൂടെ കഴിക്കണമെന്ന് തോന്നുന്നു. ഇവള് കഴിച്ചോ? ഞാൻ ഇച്ചിരി കഴിച്ചു ചേച്ചി, ഭയങ്കരമായിട്ട് കൊതി വന്ന്. ബാക്കി ഇനി ഏട്ടൻ വന്നിട്ട് കഴിക്കാം. അമ്മയ്ക്ക് കൊതിയാണെങ്കിൽ അമ്മ ഇച്ചിരി എടുത്ത് കഴിക്കേ. അല്ല അത് മുഴുക്കൻ നെയ്യും ഇറച്ചിയൊക്കെ അല്ലേ, അതുകൊണ്ടാണ് എനിക്കൊരു പേടി. ഇറച്ചി അങ്ങ് മാറ്റി വെച്ചിട്ട് ഇച്ചിരി ചോറങ്ങ് തിന്നൂടെ? ഇറച്ചി അവിടെ മാറ്റി വെച്ചോ, ഞാൻ കഴിച്ചോളാം. ഇച്ചിരി തിന്നോർക്കൊന്നും കുഴപ്പമില്ല, അമ്മ കഴിച്ചോ? അല്ല ഈ ബിരിയാണി എന്നൊക്കെ പറയുമ്പോഴേ കുറച്ച് പാനീയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കഴിക്കാനൊരു സുഖമായിരുന്നു. എല്ലാരും കൂടെ എന്താ മൊത്തം വിശേഷങ്ങളല്ലേ? ഇന്ന് ഊണിനില്ലേ സ്പെഷ്യൽ ആണേ. ക്ലീറ്റോ ചേട്ടന്റെ വക നല്ല ഉഗ്രം ബിരിയാണി. എന്താ നിനക്ക് ഇത്ര പുച്ഛം? ക്ലീറ്റോന് എന്താ ബിരിയാണി പിടിക്കാൻ പറ്റില്ലേ? ഒന്നും രണ്ടൊന്നും അല്ല, 10-12 ബിരിയാണി കിറ്റുണ്ട്. സംഭവിക്കാറില്ല. കനകനല്ല ക്ലീറ്റോ, അത് ഓർത്തോ. എടാ ഒരു മുട്ടുസൂചി മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലം ഞാൻ മേടിച്ചു തന്ന മുട്ടുസൂചി നീ എന്ത് ചെയ്തു? അങ്ങനെ ചോദിക്കുന്ന ഒരുത്തനാ നീ. എന്റെ ക്ലീറ്റോ അങ്ങനെ അല്പനല്ല. സത്യടാ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം ചെയ്യ്, ഉച്ചക്ക് ലീവ് എടുക്ക്, ബിരിയാണി കഴിപ്പങ്ങോട്ട് ഉഷാറാക്കാം. പിള്ളേരെ ഭക്ഷണാക്കാനായിട്ട് കയറി വന്നു. എന്നെ ചീത്താക്കി അടങ്ങൂ ചുമ്മാ. എടി ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് പോകുന്നില്ലമ്മ. അല്ല പൊതി ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് പാസിലൂടെ വെച്ചേക്കണേ. അല്ലമ്മ ഇനിയിപ്പോ ഉച്ചയ്ക്കില്ല, അവനും അങ്ങ് പോയി വീട്ടിലോട്ട് പോയി. പണിയൊക്കെ നമ്മള് എല്ലാം റോഡ് ഇനിയിപ്പോ ജോലിയൊന്നും ഇല്ല. പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കാ. അമ്മാവൻ പറഞ്ഞ കാര്യത്തിനാണെങ്കിൽ നടക്കൂല കേട്ടോ. ഇനി അതിനും കൂടി മുടക്കാൻ ക്ലീറ്റോന്റെ ഇല്ല. അയ്യോ ബിരിയാണി കഴിക്കാനല്ലടേ, ഞങ്ങള് ബിരിയാണി കഴിച്ചാൽ ജീവിക്കുന്നത് ഇടയ്ക്കൊക്കെ. വർഷത്തിൽ ഒരിക്കൽ ഒരു ബിരിയാണി, വർഷത്തിലല്ല ഈ 15 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു ബിരിയാണി മേടിച്ചിട്ട് ഇവിടെ. അതിന്റെ പേരിൽ അവിടെ കൈ കെട്ടി നിപ്പുണ്ടല്ലേ അമ്മ. നല്ല കൂത്ത് തന്നെ. എടി ഇതാണ് പറഞ്ഞത്, ഇതാണ് കൊടുക്കാത്തത്, അട്ടയ്ക്ക് കണ്ണു കൊടുക്കാത്തത് കൊണ്ടാ. ചുമ്മാ ആവശ്യമില്ലാതെ വരുന്നത്. ആവശ്യമില്ലാത്തടത്തൊക്കെ കുശുമ്പാണ്. പിന്നെ ഞാൻ ഓരോ വിശേഷം അന്വേഷിക്കാൻ